അല്ല, ഈ സംഗീതവുമായി ബന്ധപ്പെട്ട് എല്ലാ സംഗീതവും പാടില്ല എന്നുള്ളതല്ല, മറിച്ച് ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിൽ അത് പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്കിടയിലുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പിന്നെ ഒരു പക്ഷേ ഒരു മുസ്ലിം അല്ലാത്ത ഒരാൾ നോക്കിക്കാണുന്ന രൂപത്തിലായിരിക്കില്ല ഒരു മുസ്ലിം ലോകത്തെ നോക്കിക്കാണുന്നത്. അതിന്റെ കാരണം എന്താ വെച്ചാൽ മുസ്ലിമിന് ഒരു ജീവിതത്തിന് ഒരു അർത്ഥവും ഒരു ലക്ഷ്യവുമുണ്ട്. അത് ഈ ലോക ജീവിതത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതും മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതം, അതിനൊരു പർപ്പസ് കൃത്യമായി ഇസ്ലാം നിശ്ചയിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കാം. അതായത് ആ പർപ്പസിൽ നിന്നും ഡൈവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ അതിൽ നിന്നും വ്യതിചലിക്കുന്ന, മനസ്സിനെ വ്യതിചലിക്കുന്ന എന്തിനേയും അതിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു രൂപമാണ് കാണാൻ പറ്റുക. നമ്മളിപ്പം ഞാൻ ഇപ്പൊ ജീവിക്കുന്ന ഒരു റിയാലിറ്റിയിൽ ഞാനിപ്പോ എന്റെ ജോലി, എന്റെ കുടുംബം, അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു റിയാലിറ്റിയിലാണ് ഞാൻ ജീവിക്കുന്നത്. ഒരു പാട്ട് കേട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു DJ പാർട്ടിയിൽ പോയി ഞാൻ ആ റിയാലിറ്റിയിൽ നിന്നും കുറച്ച് നേരത്തേക്ക് അതിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കാം. അതൊരു തരത്തിൽ എന്താണ്, ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടലാണ്. അതുകൊണ്ടാണ് ഖുർആൻ അതിനെ പ്രയോഗിച്ചിട്ടുള്ളത് തന്നെ പിന്നെ നിങ്ങളെ യഥാർത്ഥ ലക്ഷ്യത്തിൽ നിന്ന് തെറ്റിക്കുന്നത് എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള വിനോദങ്ങളെ വിലക്ക് വാങ്ങുക എന്നുള്ളതാണ് ഖുർആന്റെ പദപ്രയോഗം. അപ്പം നിങ്ങളെ യാഥാർത്ഥ്യത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നും തെറ്റിച്ചിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ വിനോദങ്ങൾ വിലക്ക് വാങ്ങുന്നത് ഹറാമാണ് എന്നാണ് പറഞ്ഞത്. അതിനെ വിശദീകരിച്ചുകൊണ്ടാണ് പണ്ഡിതന്മാരടക്കം പറഞ്ഞിട്ടുള്ളത്. ഹദീസുകളിലും സംഗീതത്തെ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്കിനെ, പാട്ടിനെയല്ല, പാട്ട് പാടാം എന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. ഇൻസ്ട്രുമെന്റൽ മ്യൂസിക് ഹറാമാണ് എന്ന് പറഞ്ഞുള്ള ഒരുപാട് പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനം ഇതാണ്, നമ്മുടെ ഒരു റിയാലിറ്റിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്നു. അതൊരു പക്ഷേ ഒരു മതമില്ലാത്ത അല്ലെങ്കിൽ ഈ മതത്തിന്റെ പുറത്തു നിൽക്കുന്ന, ഈ ലോകവീക്ഷണത്തിന്റെ പുറത്തു നിൽക്കുന്ന ഒരാൾക്ക് അബ്സർഡായിട്ട് തോന്നാം സ്വാഭാവികമായിട്ടും, അല്ലെ എന്താ ഒരു പാട്ട് അല്ലെങ്കിൽ സംഗീതം പോലും ഇല്ല. പക്ഷേ ഈ ഏതൊരു ലോകവീക്ഷണത്തിനെയും പൂർണ്ണമായി മനസ്സിലാക്കാൻ അതിന്റെ ഉള്ളിലേക്ക് വരണം. അതിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസികൾക്ക് കൃത്യമായ ഒരു ജീവിത ലക്ഷ്യവും ജീവിത വീക്ഷണവും ഉണ്ട്. അതിൽ നിന്നും തെറ്റിക്കുന്നത് പിന്നെന്താണ്, പലതരത്തിൽ അത് നിരുത്സാഹപ്പെടുത്തിയതുണ്ടാവാം, ഹറാമായതുണ്ടാവാം, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം ഇങ്ങനെ ഒരു ചോദ്യം മുനയിൽ നിർത്താൻ മാത്രം ഇപ്പോൾ ഏതെങ്കിലും ഒരു കലാരൂപം അതിനോട് ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഞങ്ങൾ സംഗീതം കേൾക്കുന്നില്ല, ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഫുള്ളി സംഗീതം കേൾക്കുന്നില്ല, ഇതൊന്നും ഒരു തരത്തിലും ഒരു നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെയോ ഇവിടെയുള്ള പൊതുസമൂഹത്തെ ബാധിക്കുന്ന എന്തെങ്കിലും കാര്യമാണോ? അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മാത്രം വിശ്വാസമായി അതിനെ സൂക്ഷിക്കുന്നിടത്ത് വളരെ പ്രധാനമായിട്ട് ഒന്നുമില്ല. കാരണം സ്വകാര്യതയാണ് നമ്മൾ ആത്മീയമായ വിശ്വാസം എന്ന് പറയുന്നത്. പക്ഷേ അതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ സുംബയെ എതിർക്കുന്നത്. സുംബ എന്ന് പറയുന്നത് ഇവിടുത്തെ പൊതുവിദ്യാലയത്തിൽ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് അവർ ആഹ്ലാദിക്കുന്നതാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞു പ്രവാചകൻ വരുന്ന ഘട്ടത്തിൽ കുട്ടികൾ ആഹ്ലാദിക്കുന്നതിനോട് അദ്ദേഹത്തിന് എതിർപ്പില്ലായിരുന്നു. അതേപോലെ കുട്ടികൾ ഒന്നിച്ചു ചേർന്ന് ആഹ്ലാദിച്ച് തുള്ളിച്ചാടുന്നതിനെ നിങ്ങൾ എതിർക്കുകയാണ്. അപ്പോൾ അത് നിങ്ങളുടെ സ്വകാര്യമായ വിശ്വാസത്തെ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല. അവിടെയാണ് പ്രശ്നം. കുട്ടികൾ ആഹ്ലാദിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. അല്ലല്ലോ, ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഒരു കലാരൂപം ആസ്വാദിക്കാൻ പാടില്ല അല്ല. താങ്കളുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് സെലിബ്രേഷൻ കൾച്ചർ. സെലിബ്രേഷൻ എന്ന് പറഞ്ഞ ആഘോഷമാണ്. അള്ളാഹു തന്നെ അദ്ദേഹത്തിന്റെ വിശുദ്ധ ഖുറാനിൽ 2 ആഘോഷങ്ങൾ സുന്നത്താക്കിയിട്ടുണ്ട്. 2 പെരുന്നാളുകൾ. പെരുന്നാൾ ദിവസം നോമ്പെടുക്കാൻ പോലും പാടില്ല, അത് ഹറാമാക്കിയില്ല. അപ്പോൾ അത്രയും ആഘോഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ്. രണ്ടെണ്ണം വിശ്വാസികൾക്ക് ഹലാലാക്കി കൊടുത്തിട്ടുണ്ട്. ആ മതത്തിന്റെ വക്താവായി താങ്കൾ പറയാണ് സെലിബ്രേഷൻ കൾച്ചർ തെറ്റാണ്. അല്ല, അവിടെയാണ് താങ്കൾ മനസ്സിലാക്കിയെടുത്തുള്ള ഒരു പ്രശ്നം. സെലിബ്രേഷൻ പാടില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, സെലിബ്രേഷൻ കൾച്ചർ പ്രശ്നമാണെന്നാണ് വ്യത്യാസം. അതായത് എന്തൊരു കാര്യത്തിനെയും ഒരു ആഘോഷമായിട്ടും ആ രൂപത്തിൽ കാണുക. ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ആഘോഷങ്ങളും അതുപോലെ തന്നെ സന്തോഷങ്ങളും സന്തോഷ പ്രകടനങ്ങളും ഒക്കെ വേണം. പക്ഷേ എല്ലാം ജീവിതത്തെ തന്നെ അങ്ങനെ കാണുന്ന ഒരു ആഘോഷമാക്കണം എന്നുള്ളൊരു വാദമാണ്. ആ വാദത്തോട് ഞങ്ങൾ വിയോജിക്കും. ഞാൻ പറഞ്ഞത് ഒരു മനുഷ്യന്റെ എൻ്റെ ഒരു വളരെ ചിലപ്പോൾ തെറ്റായിരിക്കാം, ഒരു മനുഷ്യൻ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ സന്തോഷമാണ്. അപ്പോൾ അവന്റെ സന്തോഷവും സെലിബ്രേഷനും ഇഷ്ടപ്പെടാത്തൊരു ദൈവം, അത് വളരെ അവിടെയാണ് പ്രശ്നം. അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത പ്രശ്നം. സന്തോഷം വേണ്ടെന്നോ ആഘോഷിക്കണ്ടെന്നോ അല്ല പറയുന്നത്, എല്ലാം ആഘോഷിക്കുക. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞോട് കണക്ട് ചെയ്യുന്നത്. ഈ സംഗീതമായിട്ട് ഞാൻ പറഞ്ഞത് എല്ലാത്തിനെയും ഒരു ആഘോഷമാക്കി മാറ്റിക്കൊണ്ട് നമ്മുടെ ഒരു ജീവിത ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ തെറ്റിയിട്ട് എല്ലാം ആഘോഷിക്കുക. ഇപ്പോൾ നമ്മുടെ പിന്നെ സ്കൂളുകളിലേക്ക് പോയാൽ എന്താ കാണാൻ സാധിക്കുന്നത്, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ കരുത്തുകയാണ്. അത് പിന്നെ ബർത്ത്ഡേ ആവണമെന്നില്ല, അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞതാവണമെന്നില്ല, എക്സാം പ്രഖ്യാപിക്കാനാവണമെന്നില്ല, എന്തും ആഘോഷിക്കുക, അവിടെ ഒരു പാട്ടിട്ട് തുള്ളി കളിക്കുക, DJ നടത്തുക. ഇങ്ങനെ ഒരു കൾച്ചറിലേക്ക് പോയാൽ കാര്യങ്ങളെ കുറച്ചുകൂടി ഗൗരവകരമായി, ജീവിതത്തെ ഗൗരവകരമായി കാണുന്നതിനെ പൂർണ്ണമായി ഇല്ലാതാക്കി.